അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ സംഘർഷം തുടരുന്നതിനിടെ യുദ്ധം ഏകദേശം അവസാനിച്ചെന്ന പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഏകദേശം 4-5 ആഴ്ചകൾ യുദ്ധം നീണ്ടു നിൽക്കുമെന്നാണ് പ്രതീക്ഷിച്ചതെന്നും എന്നാൽ US വളരെയേറെ മുന്നിലാണെന്നും ഇത് വേഗത്തിൽ തന്നെ അവസാനിപ്പിച്ചെന്നുമാണ് ട്രംപ് അഭിപ്രായപ്പെട്ടത്. തിങ്കളാഴ്ച CBS ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപിന്റെ ഈ അഭിപ്രായ പ്രകടനം. യുദ്ധം ഏകദേശം അവസാനിച്ചു. ഇറാന് നാവികസേനയില്ല, ആശയവിനിമയ സംവിധാനങ്ങളില്ല, വ്യോമസേനയുമില്ലെന്നും ട്രംപ് പരിഹസിച്ചു. അവരുടെ മിസൈലുകൾ ചിതറിപ്പോയി. നിങ്ങൾ തന്നെ നോക്കിയാൽ മനസ്സിലാകും. നിർമ്മാണത്തിൽ ഉൾപ്പെടെ അവരുടെ ഡ്രോണുകൾ എല്ലായിടത്തും നശിപ്പിക്കപ്പെടുകയാണ്. സൈനികപരമായി അവർക്ക് ഇനിയൊന്നും തന്നെ അവശേഷിക്കുന്നില്ലെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഹോർമൂസ് കടലിടുക്കിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് അതിലൂടെ കപ്പലുകൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അത് പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അവർക്ക് ചെയ്യാനുള്ളതെല്ലാം അവർ അവിടെ ചെയ്തു കഴിഞ്ഞു. ഇനിയും കൂടുതൽ നടപടികൾക്ക് ശ്രമിക്കരുത്. അത് ആ രാജ്യത്തിന്റെ അവസാനം കുറിക്കുമെന്നാണ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അതേസമയം ആയത്തുള്ള അലി ഖമനയുടെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ പരമോന്നത നേതാവായ മുജ്തബ ഖമനയെക്കുറിച്ച് തനിക്കൊന്നും പറയാനില്ലെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോട് പ്രത്യേകമായി യാതൊന്നും തന്നെ പറയാനില്ല. ഇറാനെ നയിക്കുവാൻ ഞാൻ മറ്റൊരാളെയാണ് മനസ്സിൽ കാണുന്നതെന്നാണ് ട്രംപ് പറയുന്നത്. മുജ്തബയെ നിയമിച്ചതിൽ താൻ തൃപ്തനല്ലെന്ന് മുമ്പ് തന്നെ ട്രംപ് പ്രതികരിച്ചിരുന്നു. അതേസമയം യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് തങ്ങളാണെന്ന് ഇറാൻ സായുധ സേനയായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പറഞ്ഞു. യുദ്ധം ഏകദേശം അവസാനിക്കാറായെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് USന് മറുപടിയുമായി ഇറാൻ രംഗത്തെത്തിയത്. യുദ്ധത്തിന്റെ അവസാനം നിർണയിക്കുന്നത് ഞങ്ങളാണ്. മേഖലയുടെ സമവാക്യങ്ങളും ഭാവിയുമെല്ലാം ഇപ്പോൾ ഇറാൻ സായുധ സേനയുടെ കൈകളിലാണ്. അതിനാൽ അമേരിക്കൻ സൈന്യമല്ല യുദ്ധം അവസാനിപ്പിക്കേണ്ടതെന്ന് IRGC പ്രസ്താവനയിൽ പറഞ്ഞു. USനും ഇസ്രായേലിനും എതിരായ സൈനിക നീക്കങ്ങൾ എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ടതെന്ന് തങ്ങളാണെന്നും IRGC വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ യുദ്ധം ഏകദേശം പൂർത്തിയാകുമെന്നും ഉടൻ അവസാനിക്കുമെന്നുമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇത് ചെറിയ യാത്ര മാത്രമാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നു. അതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ നീക്കം ഇറാൻ തടസ്സപ്പെടുത്തിയാൽ ഇതുവരെ നേരിട്ടതിനേക്കാൾ 20 മടങ്ങ് കഠിനമായ തിരിച്ചടി നൽകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു.